ഓക്കെ, സ്ക്രീന് കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും? ഞാൻ ആദ്യം പറയുന്നത് ഗൂഗിൾ ആഡ്സിനെയാണ്. ഗൂഗിൾ ആഡ്സ് എന്താണെന്ന് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു കസ്റ്റമർ നമ്മൾ ഗൂഗിളില് ഒരു കാര്യം സെർച്ച് ചെയ്തു. ഒന്ന് മ്യൂട്ട് ആക്കാത്തവരൊന്ന് മ്യൂട്ട് ആക്കും. ഓക്കെ ഓക്കെ, നമ്മള് ഒരു കസ്റ്റമർ അവരുടെ ഗൂഗിളിൽ പോയിട്ട് ഒരു കാര്യം സെർച്ച് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ അവരുടെ ഒരാളുടെ കീ നഷ്ടപ്പെട്ടു പോയി. അപ്പോ ആ കീ എങ്ങനെ നമുക്ക് എന്താ പറയാ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ അവർക്ക് ആ കീയുടെ ഡ്യൂപ്ലിക്കേറ്റ് കീ വേണം. അപ്പോൾ അവരുടെ പരിസരത്തിലുള്ള ഏതെങ്കിലും ഒരു കീ ഡ്യൂപ്ലിക്കേഷൻ ഷോപ്പിനെ പറ്റിയിട്ട് അവർ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. കീ ഡ്യൂപ്ലിക്കേഷൻ അവർ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഓക്കെ, നമുക്കിതാ ഇവിടെ നമ്മളൊരു കസ്റ്റമർ ഒരു കാര്യം സെർച്ച് ചെയ്തു. അതിന്റെ ഫസ്റ്റിൽ നമുക്ക് കുറെ എന്താ പറയാ ഷോപ്പിന്റെ പേര് കാണാൻ പറ്റും. MK കീസ് കാലിക്കറ്റ്, ഭാവന കീസ് ആൻഡ് സീൽസ്, മലബാർ കീ മാർക്കറ്റിംഗ്. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇതിനെയാണ് ഗൂഗിൾ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഗൂഗിൾ ലിസ്റ്റിംഗ് അതായത് അല്ലെങ്കിൽ GMB, ഗൂഗിൾ മൈ ബിസിനസ്. ഇങ്ങനെ ഗൂഗിൾ മൈ ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഗൂഗിളിലേക്ക് എന്താ പറയാ ലിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെ അതിൽ എങ്ങനെ ആഡ് ചെയ്യാന്നാണ് ഞാനിപ്പോ പറഞ്ഞു തരുന്നത്. അപ്പോ ഞാനിപ്പോ ഫസ്റ്റ് MK കീസ് കാലിക്കറ്റ് എടുത്ത് നോക്കുന്നതാണ്. അവരുടെ കുറച്ച് പിക്ചേഴ്സ് കാണാൻ പറ്റും. അതേപോലെ അവരുടെ എന്താ പറയാ ഷോപ്പിന്റെ ഡയറക്ഷൻ ഇവിടെ കാണാൻ പറ്റും. പിന്നെ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് കോൾ ചെയ്യണമെന്നാണെങ്കിൽ, അതായത് ഒരു കസ്റ്റമറിന് ഡയറക്റ്റ് ആയിട്ട് അവർക്ക് കോൾ ചെയ്യണമെന്നാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ എന്താ പറയാ അവരുടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഓപ്പണിംഗ് ടൈം എപ്പോഴാണ്, ക്ലോസിംഗ് ടൈം എപ്പോഴാണ്, അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവരുടെ കുറെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കസ്റ്റമേഴ്സിന്റെ റിവ്യൂ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ റേറ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റിവ്യൂസ് താഴെ ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കാലിക്കറ്റ്. ഓക്കെ, ഇത് ഞാൻ വേറൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന്റെ ഞാൻ നോക്കി. അപ്പൊ ഇതിൽ വന്നത് ഇത്രയുമാണ്. നമുക്ക് ഇങ്ങനെ നമ്മുടെ ബിസിനസ് എങ്ങനെ ലിസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോ ഓക്കെ, നമുക്ക് കുറെ എന്താ പറയാ നമുക്ക് ഇപ്പോ നിങ്ങളുടെ എന്താണോ ബിസിനസ് ആ ബിസിനസ്സിനെ ഇപ്പൊ ഗൂഗിൾ ആഡ്സ് ചെയ്താലും നമുക്ക് മറ്റ് നിങ്ങളുടെ ബിസിനസിന്റെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. ആ കോമ്പറ്റീറ്റേഴ്സിനെക്കാട്ടും മുമ്പിൽ നമ്മുടെ ബിസിനസ് എങ്ങനെ എത്താം എന്നുള്ളതാണ്. അതിലൊരു ഓപ്ഷൻ ഗൂഗിൾ ആഡ്സ് ചെയ്താലുള്ള ഒരു എന്താ പറയാ ഗുണം ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഗൂഗിൾ ആഡ്സ് ചെയ്താൽ ഗൂഗിൾ ഒരാൾ എന്താ പറയാ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു CDA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണിത്. അപ്പൊ അവര് സ്പോൺസേർന്ന് കാണുന്നുണ്ട് ഇവിടെ. അപ്പൊ അവര് ഗൂഗിൾ ആഡ്സ് ചെയ്തിട്ടാണ് ഈ സ്പോൺസേർന്ന് വന്നത്. ഗൂഗിൾ ആഡ്സ് ചെയ്താൽ നമുക്ക് ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിനെക്കാട്ടും മുമ്പിൽ എന്താക്കാൻ പറ്റും, നമ്മുടെ എന്താ പറയാ ബിസിനസിന്റെ എല്ലാ ഡീറ്റെയിൽ കാര്യങ്ങളും നമുക്ക് ഗൂഗിളിൽ ഒരു കസ്റ്റമേഴ്സിനെ കാണാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് ഞാൻ ഈ ഒരു എന്താ പറയാ ക്ലാസ്സിലൂടെ ഫസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ മെയിൽ ID ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആണോ എല്ലാവരും? സൗണ്ട് ക്ലിയർ അല്ലേ? ചാറ്റ് ചെയ്യാമോ? ആരെങ്കിലും ഒരു മെസ്സേജ് അയക്കോ? പറയുന്നതിൽ എന്തെങ്കിലും ഗ്യാപ്പിൽ എന്തെങ്കിലും സൗണ്ട് ക്ലിയർ ഇല്ല എന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ.
ഓക്കെ, എന്താണ് ക്ലിയർ ഇല്ലാത്തതാണോ? ഞാൻ എന്തായാലും ബാക്കി പറയുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഒരു മെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അത് നമ്മൾ ഫസ്റ്റ് തന്നെ ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് മെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക ആദ്യം തന്നെ. അതിൽ നമുക്ക് ഗൂഗിള് 3 ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. ഒന്ന് ഫോർ മൈ പേഴ്സണൽ യൂസ്, അത് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള മെയിൽ ക്രിയേറ്റ് ചെയ്യണമെന്നാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എടുക്കാം. പിന്നെ ഫോർ മൈ ചൈൽഡ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എടുക്കാം. പിന്നെ ഫോർ വർക്ക് ഓർ മൈ ബിസിനസ്, ഇത് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ആണ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾ ബിസിനസ് എടുക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്താണോ എന്താ പറയാ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് ആ നെയിം ഇവിടെ കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട്, ലാസ്റ്റ് നെയിമും കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നെയിം ഓപ്ഷണൽ ആണ്. ഫസ്റ്റ് നെയിം തന്നെ നിങ്ങളുടെ പേര് മുഴുവനായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോ ഞങ്ങളുടേത് ഒരു എഡ്യൂക്കേഷൻ സെന്റർ ആണ്, അതുകൊണ്ട് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള മെയിൽ ഐ ഡി ആണ് കേട്ടോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഏതാണോ എന്താ ബിസിനസ് അതായിട്ട് ബന്ധപ്പെട്ടുള്ള മെയിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് അടിക്കണം. ഓക്കെ, ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. നിങ്ങളുടെ ഇപ്പോ എന്താണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാന്നാണെങ്കിൽ അത് കൊടുക്കാം കേട്ടോ. ഞാൻ എന്റെ തന്നെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ജെൻഡർ കൊടുക്കാം. നെക്സ്റ്റ്. ഓക്കെ, ഇത്രയും പറഞ്ഞത് മനസ്സിലായിട്ടില്ലേ? നേരത്തെ സൗണ്ടിന്റെ ഒരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട് ഒരാള്. അപ്പോ എന്തെങ്കിലും ക്ലിയർ അല്ലാത്തതുണ്ടോ? ക്ലിയർ ആയിട്ടില്ല എന്നാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഞാൻ കേറട്ടെ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ മെയിൽ നെയിം കൊടുത്തു, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് വന്നത് ജിമെയിൽ അഡ്രസ് ഓർ ക്രിയേറ്റ് യുവർ ഓൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് രണ്ടെണ്ണം നമുക്ക് ഗൂഗിൾ തന്നെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു മെയിൽ ഐ ഡി ആണ്. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോ എന്തായാലും ഗൂഗിൾ തന്നതാണ് എടുക്കുന്നത്. CMC എഡ്യൂക്കേഷൻ ഹബ്ബ് 9@gmail.com എന്ന് ഒന്ന് തന്നിട്ടുണ്ട്. പിന്നെ CMC എഡ്യൂക്കേഷൻ hub@gmail.com. ഞാൻ ഫസ്റ്റത്തെയാണ് എടുക്കുന്നത്. CMC എഡ്യൂക്കേഷൻ ഹബ്ബ് 9@gmail.com എടുത്തു, സെലക്ട് ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു. നമുക്ക് ഇവിടെ പാസ്വേഡ് ആണ്. പാസ്വേഡിൽ നമുക്ക് ലെറ്റേഴ്സ് വേണം, അതുപോലെ തന്നെ സിമ്പിൾസും ആഡ് ചെയ്യണം. അത് സ്ട്രോങ്, ഇവിടെ ക്രിയേറ്റ് സ്ട്രോങ് പാസ്വേഡ് വിത്ത് എ മിക്സ് ഓഫ് ലെറ്റേഴ്സ് നമ്പേഴ്സ് ആൻഡ് സിമ്പിൾസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് ആയിരിക്കണം കേട്ടോ കൊടുക്കേണ്ടത്. ഞാനിവിടെ പാസ്വേഡ് കൊടുത്തു. പാസ്വേഡ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കാം. അപ്പൊ നമ്മൾ ഇനി ഫോൺ നമ്പർ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഫോൺ നമ്പർ കൊടുക്കുക. ഓക്കെ, ഫോൺ നമ്പർ കൊടുത്തു. ഇനി നെക്സ്റ്റ് അടിക്കാം. നമുക്ക് ഈ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് നമുക്കൊരു ഒരു കോഡ് വരും, 6 ഡിജിറ്റ് വെരിഫിക്കേഷൻ കോഡ് വരും. അതൊന്ന് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ,
അപ്പോൾ ഇവിടെ റിക്കവറി ഇമെയിൽ അഡ്രസ് ആണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സിന് എന്തെങ്കിലും പ്രോബ്ലം പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന മെയിൽ അഡ്രസ്സ് വെച്ചിട്ട് നമുക്കത് റിക്കവർ ചെയ്തെടുക്കാം. പക്ഷെ ഞാനിപ്പോൾ തൽക്കാലം അത് ചെയ്യുന്നില്ല, ഞാൻ സ്കിപ്പ് അടിക്കുകയാണ്. നിങ്ങൾക്കത് ചെയ്യണമെന്നാണെങ്കിൽ അത് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഞാൻ സ്കിപ്പ് അടിച്ചു. നമുക്ക് ഫോൺ നമ്പർ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അല്ല ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് അടിക്കാം. ഓക്കെ, നമുക്കിവിടെ CMC എഡ്യൂക്കേഷൻ ഹബ്ബ് 9@gmail.com എന്ന മെയിൽ വന്നിട്ടുണ്ട്. റിവ്യൂവർ അക്കൗണ്ട് ഇൻഫോ എന്നാണ്. പിന്നെ ഫോൺ നമ്പറും കാണാം. നെക്സ്റ്റ് അടിക്കാം. ഇവിടെ പ്രൈവസി പോളിസീസ് ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചതിന് ശേഷം നിങ്ങളിവിടെ ഐ അഗ്രി ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റപ്പ് യുവർ ബിസിനസ്. ഓക്കെ, ഇനി കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത് ബിസിനസ് നെയിം ആണ്. നിങ്ങളുടെ എന്താണോ ബിസിനസ് അത് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ നമ്മൾ ആദ്യം ചെയ്തത് തന്നെയാണ് ചെയ്യുന്നത്. CMC എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ഹബ് കൊടുത്തിട്ടുണ്ട്. ബിസിനസ് നെയിം കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, ചൂസ് യുവർ ബിസിനസ് ടൈപ്പ്. ഓൺലൈൻ റീറ്റെയിൽ ആണോ അത് കൊടുക്കാം, അല്ലെങ്കിൽ ലോക്കൽ സ്റ്റോർ. നമുക്ക് ഒരു എന്താ പറയുക, ഒരു പേഴ്സണിന് നിങ്ങളുടെ ബിസിനസ്സിൽ വിസിറ്റ് ചെയ്യാണെന്നാണെങ്കിൽ അത് ഇവിടെ എന്താ പറയുക സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലാന്നാണെങ്കിൽ യുവർ ബിസിനസ് മേക്സ് വിസിറ്റ് ടു യുവർ കസ്റ്റമേഴ്സ്. നിങ്ങളുടെ ഏതാണോ ബിസിനസ് ടൈപ്പ് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എൻ്റെ എഡ്യൂക്കേഷൻ ആയിട്ട് ഓൺലൈൻ റീറ്റെയിൽ ആണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ വെബ്സൈറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഇവിടെ എന്താ പറയാ കൊടുക്കാം. ഇപ്പോൾ ഞാൻ തൽക്കാലം കൊടുക്കുന്നില്ല, ഞാൻ സ്കിപ്പ് അടിക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് എൻ്റർ എ ബിസിനസ് കാറ്റഗറി. ബിസിനസ് ഏതാണോ കാറ്റഗറി, നിങ്ങളുടെ ഇപ്പോൾ എന്താ പറയാ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ അത് ചെയ്യാം. അല്ലാന്നാണെങ്കിൽ നിങ്ങളുടെ എന്താണോ കാറ്റഗറി അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എഡ്യൂക്കേഷൻ, നമ്മളുടെ എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് ആണ്, അത് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് കൊടുത്തു. ഓക്കെ, എൻ്റെ യുവർ ബിസിനസ് അഡ്രസ് ആണ് ഇനി നമ്മളോട് ചോദിക്കുന്നത്. അതിൽ ഇവിടെ സ്ട്രീറ്റ് അഡ്രസ്, നിങ്ങളുടെ അഡ്രസ് ഇവിടെ കൊടുക്കുക. ഓക്കെ, ലാൻഡ്മാർക്ക് ഓപ്ഷണൽ ആണ്. സോറി, ലാൻഡ് മാർക്ക് പൊസിഷനും ലാൻഡ് മാർക്കും ഓപ്ഷണൽ ആണ് കേട്ടോ. പിൻകോഡ്, സ്റ്റേറ്റ് കൊടുക്കുക. നെക്സ്റ്റ് അടിക്കാം. ഓക്കെ, ഇത് നമുക്ക് നമ്മളുടെ ലൊക്കേഷൻ ആണ് കൊടുക്കേണ്ടത്. ലൊക്കേഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഇവിടെ ഒരു മേലെ അഡ്ജസ്റ്റ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ.
ഓക്കെ, ഇവിടെ കാണാം കാജ ബിൽഡിംഗ്. ഞാൻ അഡ്രസ്സ് കൊടുത്തത് കാജ ബിൽഡിംഗ് എന്നാണ്. കാജ ബിൽഡിംഗ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. ഡൺ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, കോണ്ടാക്ട് ഫോൺ നമ്പർ ആണ് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ എന്താണോ, നിങ്ങൾക്ക് ഏത് നമ്പറിലാണോ കസ്റ്റമേഴ്സിനെ കോണ്ടാക്ട് ചെയ്യേണ്ടത് ആ ഒരു നമ്പർ ഇതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, പുട്ട് യുവർ ബിസിനസ് ഓൺ ദി മാപ്പ്. അപ്പൊ നമ്മള് സ്റ്റാർട്ട് കണക്ടിങ് വിത്ത് യുവർ കസ്റ്റമേഴ്സ് ക്രോസ് ഗൂഗിൾ ആപ്പ് ഓൾ ഇൻ വൺ പ്ലേസ്. അപ്പൊ നമ്മളിവിടെ സിസ്റ്റം വായിച്ചു നോക്കിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഗെറ്റ് ന്യൂസ് ആൻഡ് ടിപ്സ് അബൌട്ട് ഹൗ ടു ഇംപ്രൂവ് യുവർ ബിസിനസ് പ്രോഫിറ്റ്, അതായത് പ്രൊഫൈൽ. അതായത് നമുക്ക് ഗൂഗിൾ പറഞ്ഞു തരുന്നുണ്ട് ഓരോ ടിപ്പ് കാര്യങ്ങൾക്ക്. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ബിസിനസ് എന്താ പറയുക ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള ടിപ്പ് കാര്യങ്ങൾക്ക് ഗൂഗിൾ പറഞ്ഞു തരുന്നതാണെങ്കിൽ നമ്മൾ ഈ ഒരു ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കാം. Okay. Select a way to get verified. Google need to verify that you manage this business. അപ്പോൾ നമുക്ക് ഫോൺ കോഡ് ഉണ്ട്, അതുപോലെ തന്നെ ബിസിനസ് വീഡിയോ ഉണ്ട്. നമുക്ക് ഫോൺ കോഡിൽ ക്ലിക്ക് സെലക്ട് ചെയ്യാനാണ് നമുക്കൊരു കോഡ്, നമ്മൾ ഏതാണ് നമ്പർ കൊടുക്കുന്നത്, നിങ്ങളൊരു നമ്പർ കൊടുത്തിട്ടുണ്ടാവില്ലേ, ആ നമ്പറിലേക്ക് നമുക്ക് ഒരു കോഡ് വരും. ഫോൺ കോഡാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് അടിക്കാം. ഓക്കെ, ഇതിൽ ആ വെരിഫിക്കേഷൻ കോഡ് എങ്ങനെയാണോ വരേണ്ടത്, അതായത് ടെക്സ്റ്റ് ആയിട്ട് വരാൻ വല്ലാന്നാണെങ്കിൽ കോൾ ആയിട്ട് വരാം. ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കോഡ് വന്നു. കോഡ് അടിച്ചതിന് ശേഷം വെരിഫൈ കൊടുക്കുക. യു ആർ നൗ വെരിഫൈഡ് എന്ന് മെസ്സേജ് വന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്ന സർവീസ് ആണ് ഇതിന് ചോദിക്കുന്നത്. ഓരോ കീവേഡും നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ എനിക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള സർവീസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു തന്ന ഓപ്ഷനിൽ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ഏതാണോ സർവീസ് അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെലക്ട് ചെയ്താൽ മതി. ഞാൻ നെക്സ്റ്റ് അടിക്കാം. ഇനി നിങ്ങളുടെ ബിസിനസ് ടൈം നമുക്കിപ്പോ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ ഓരോ ബിസിനസിന്റെ. ഇപ്പോ നേരത്തെ ഞാൻ കീയുടെ എക്സാമ്പിൾ കാണിച്ചു തന്ന സമയത്ത് അതിന്റെ ടൈമും ക്ലോസിങ്ങും ഓപ്പണിങ്ങിന്റെ ടൈമും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ അത് സെറ്റ് ചെയ്താൽ മാത്രമേ ഒരു കസ്റ്റമേഴ്സിന് നിങ്ങളുടെ ക്ലോസിംഗ് ടൈം എപ്പോഴാണ്, അതുപോലെ തന്നെ ഓപ്പണിംഗ് ടൈം എപ്പോഴാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് എന്താ പറയാ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സോറി, 9:30 to 6. എല്ലാ ഡേറ്റും ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. സൗണ്ട് ക്ലിയർ അല്ല എന്നാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ.
നമുക്ക് ഇതൊക്കെ ഒന്ന് ഫിൽ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് കൊടുക്കാം. നമുക്കിപ്പോ വന്നത് ആഡ് മെസ്സേജിങ്. ലെറ്റ് കസ്റ്റമേഴ്സ് മെസ്സേജ് യുവർ ബിസിനസ് ഓൺ ഗൂഗിൾ ഫോർ ഫ്രീ. നമുക്ക് കസ്റ്റമേഴ്സ് എന്തെങ്കിലും മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് എന്താ പറയാ നമുക്ക് കിട്ടണമെങ്കിൽ ഇത് എന്താ പറയാ ഇത് ഓൺ ആക്കി വെക്കുക, അല്ലാന്നാണെങ്കിൽ ഓഫ് ആക്കി വെക്കുക. എന്നിട്ട് നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ ബിസിനസ് എന്താണോ അതിന്റെ ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ബിസിനസിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ടൈപ്പ് ചെയ്യേണ്ടത്. എൻ്റർ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ ഞാൻ നേരത്തെ കാണിച്ച എക്സാമ്പിളില് കുറച്ച് ഫോട്ടോസ് കണ്ടിട്ടില്ലായിരുന്നു, അവരുടെ കീസിന്റെ ഓരോ ഫോട്ടോസ്. അതുപോലെ നിങ്ങളുടെ ബിസിനസിന്റെയും ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യണമെന്നാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്റെ കയ്യിൽ ഫോട്ടോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് പിന്നീട് ഫോട്ടോ ആഡ് ചെയ്യണമെന്നാണെങ്കിൽ ആഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതില് ക്ലെയിം യുവർ 20,000 ഫ്രീ അഡ്വർടൈസിംഗ് ക്രെഡിറ്റ്. ഇതില് ഫസ്റ്റ് നമ്മൾ 20,000 രൂപ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഗൂഗിൾ ഇങ്ങോട്ടേക്ക് 20,000ന്റെ ആഡ് ചെയ്യാൻ പറ്റൂ. ഗൂഗിൾ തന്നെ തരുന്ന ഇതാണ്. അപ്പോ ഇത് നമുക്ക് ചെയ്യേണ്ട, നമുക്ക് തന്നെ എന്താക്കാം, എമൗണ്ട് കൊടുത്തിട്ട് ആഡ് പോവാം. ക്ലെയിം യുവർ ക്രെഡിറ്റ് കൊടുത്തു. നമ്മൾ ഗൂഗിളിലേക്ക് ചെയ്യും. ഓക്കെ, നമ്മൾ ഗൂഗിൾ ആഡ് ചെയ്യാണ്. ഫസ്റ്റ് നമ്മുടെ ഓട്ടോമാറ്റിക്കലി എല്ലാം വന്നിട്ടുണ്ട്. അച്ചയർ ബിസിനസ് നെയിമില് CMC എഡ്യൂക്കേഷൻ ഹബ്ബ് എന്ന് വന്നു. ഇനി ഇവിടെ നിങ്ങളുടെ വെബ്സൈറ്റിന്റെ എന്താ പറയാ URL കൊടുക്കണമെന്നാണെങ്കിൽ വെബ്സൈറ്റിന്റെ URL ഇവിടെ കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് എന്താണോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലാന്നാണെങ്കിൽ അത് ഒഴിവാക്കിയേക്കാം. എന്നിട്ട് യുവർ ബിസിനസ് ഫോൺ നമ്പർ, നമ്മുടെ എന്താ പറയാ ഫോൺ നമ്പർ ആണ് നമ്മൾ എന്താ പറയാ ഉള്ളത്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി കൊടുക്കേണ്ട ഏതാണോ കൊടുക്കേണ്ട ഫോൺ നമ്പർ അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, ഫോൺ നമ്പർ കൊടുക്കാം. ഓക്കെ, ഫോൺ നമ്പർ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ ഗൂഗിൾ പ്രൊഫൈൽ വന്നിട്ടുണ്ട്. അതുപോലെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പർ എഡിറ്റ് ചെയ്യണമെന്നാണെങ്കിൽ എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഇനി നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇനി വാട്ട്സ് യുവർ മെയിൻ അഡ്വർടൈസിംഗ് ഗോൾ. നമുക്ക് എന്താണ് വേണ്ടത്? ഇപ്പൊ കസ്റ്റമേഴ്സിന് കൂടുതൽ കോള് വരണമെന്നാണെങ്കിൽ ഈ ഓപ്ഷൻ കൊടുക്കാം. അല്ലെങ്കിൽ സെയിൽ ലീഡ്സ് ആണെങ്കിൽ വെബ്സൈറ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കൊടുക്കാം. പിന്നെ ഫിസിക്കൽ ലൊക്കേഷനിലേക്ക് വരണമെന്നാണെങ്കിൽ അത് കൊടുക്കാം. അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് എന്താ പറയുക കസ്റ്റമേഴ്സിനെ ജനറേറ്റ് ചെയ്യണം അത്. അപ്പൊ നമുക്ക് നിങ്ങളുടെ ഏതാണോ ബിസിനസ് ഗോള് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോ ഗെറ്റ് മോർ കോൾസ്, നമുക്ക് എഡ്യൂക്കേഷൻ സെന്റർ ആയതുകൊണ്ട് കോളാണ് വരേണ്ടത് മെയിൻ ആയിട്ട്. അപ്പോൾ ഞാൻ കോള് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഹെഡ്, അതായത് നമുക്ക് എന്താ പറയാ ഇപ്പൊ ഒരു ആഡ് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സൈഡിൽ കാണാം നമ്മുടെ ബിസിനസിന്റെ നമ്മുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലായിരിക്കും കാണാം. നമുക്കിവിടെ ഹെഡ്ലൈന് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇവിടെ ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ 30 വേർഡിന്റെതാണ് ലിമിറ്റേഷൻ വന്നിട്ടുള്ളത്, 30. അതേപോലെ ഡിസ്ക്രിപ്ഷനിലും ഇവിടെ 60
90 വന്നിട്ടുണ്ട്. ഇനി ഓരോന്ന് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക കേട്ടോ ലിമിറ്റേഷൻസ്. ഓക്കെ, ഇനി ഇവിടെ 30 വേർഡ്സിൽ കൂടാതെ നമുക്കൊരു ഹെഡ്ലൈൻ കൊടുക്കണം. ഇവിടെ എൻ്റർ ചെയ്തത് നമുക്ക് ഇവിടെ കാണാം, CMC എഡ്യൂക്കേഷൻ ഹബ്ബ് എന്ന് കാണാം. ഇനി ഹെഡ്ലൈന് ഓക്കെ, ഹെഡ്ലൈന് 2 കൊടുത്തു, UG PG കോഴ്സസ്. ഹെഡ്ലൈന് 3 ഓക്കെ, ടെക്നിക്കൽ കോഴ്സസ്. അപ്പോൾ ഹെഡ്ലൈൻ കൊടുത്തു. ഇനി നമുക്ക് ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ ലിമിറ്റേഷൻസ് ഉണ്ട്, 60 വേർഡ്സിൽ കൂടാൻ പാടില്ല. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഹെഡ്ലൈന് 2 കൊടുക്കാം. കാരണം നമുക്ക് ഇവിടെ എന്തായാലും ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതിന് ഡിസ്ക്രിപ്ഷൻ 2-ല് ബാക്കിയുള്ളത് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഹെഡ്ലൈന് കൊടുത്തു, പിന്നെ അതേപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ നമ്പർ ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് എന്തായാലും കസ്റ്റമേഴ്സ് ഒരു കാര്യം സെർച്ച് ചെയ്താൽ മാത്രം നമ്മുടെ ബിസിനസിന്റെ എല്ലാ ഡീറ്റെയിൽ കാര്യങ്ങൾ ഗൂഗിളിൽ കാണാൻ പറ്റൂ. അപ്പോൾ കസ്റ്റമേഴ്സ് എന്താണോ സെർച്ച് ചെയ്യാൻ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി അടിച്ചു നോക്കിയാൽ മാത്രം നമ്മളെ ബിസിനസിന്റെ എല്ലാ ഡീറ്റെയിൽ കാര്യങ്ങളും ഗൂഗിളിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ബിസിനസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താണ് കീവേഡ്സ് ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അത് കീവേഡ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി നമ്മുടെ പറയുന്ന പേരാണ് കീവേഡ്. അതായത് ഒരു കസ്റ്റമർ ഗൂഗിളിൽ കയറിയിട്ട് എന്താണോ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് അതിനെയാണ് കീവേഡ് എന്ന് പറയുന്നത്. ടെക്നിക്കലി പറയുന്ന പേരാണ് കീവേഡ് എന്നുള്ള കാര്യം. അപ്പൊ അതാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. നിങ്ങളുടെ എന്താണ് ഇപ്പോ പലരും പല ബിസിനസ്സും ആയിരിക്കുമല്ലോ. അപ്പൊ നിങ്ങളുടെ ഏതാണോ ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇവിടെ എന്താ പറയാ, നമുക്ക് സ്വന്തമായിട്ട് കീവേഡ് ആഡ് ചെയ്യണമെന്നാണെങ്കിൽ ഇവിടെ ന്യൂ കീവേഡ് തീം ഉണ്ട്, അവിടെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അല്ലാന്നാണെങ്കിൽ ഇവിടെ ഇതാ കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതും എൻ്റർ ചെയ്ത് കൊടുക്കാം. എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുള്ള നമ്മുടെ ആഡ് ഷോ യുവർ ആഡ് ഇൻ ദി റൈറ്റ് പ്ലേസസ്. നമ്മുടെ ആഡ് ഏതൊക്കെ ഏരിയയിലേക്ക് എന്താ പറയാ പോകണം എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ഇവിടെ നമുക്ക് കുറെ എന്താ പറയാ ഏരിയാസ് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിവിടെ ഇപ്പോ ഈ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാന്നാണെങ്കിൽ പിൻകോഡ് ടൈപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. പിൻകോഡ് ടൈപ്പ് ചെയ്താൽ നമുക്ക് നോക്കാം എന്താണ് വരുന്നത്. ഞാൻ പിൻകോഡ് ടൈപ്പ് ചെയ്തു, കോഴിക്കോട് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ രാമനാട്ടുകര വന്നിട്ടുണ്ട്. ഇങ്ങനെ കുറെ സ്ഥലങ്ങൾ വന്നിട്ടുണ്ടാവും. നമുക്ക് കോഴിക്കോട് മാത്രമാണ് പോകേണ്ടത്. അതായത് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് മാത്രമാണ് പോകേണ്ടതെങ്കിൽ ആ ഒരു എന്താ പറയുക ജില്ലയുടെ മാത്രം കൊടുക്കാം. അല്ലാന്നാണെങ്കിൽ ഇവിടെ ഈ മേലത്തെ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ അഡ്രസ്സിന്റെ ഏരിയയിൽ മാത്രം ആഡ് പോകും. കോഴിക്കോട് മുഴുവനായിട്ട് കൊടുക്കാന്നാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ എന്തായാലും കോഴിക്കോട് നിന്ന് മാത്രമാണ് കൊടുത്തത്. എറണാകുളമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇപ്പൊ ഏത് സ്ഥലത്തേക്ക്
ആണോ നിങ്ങളുടെ ബിസിനസ് ലൊക്കേറ്റ് ചെയ്യുന്നത്, ആ ഒരു സ്ഥലം ഇവിടെ പിൻകോഡ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്താ പറയാ നിങ്ങളുടെ ആ ഒരു ഏരിയയിലേക്ക് ആഡ് പോകും. എറണാകുളം ഉള്ള ആൾക്കാർക്കാണെങ്കിൽ എറണാകുളത്തുള്ള സ്ഥലങ്ങളിലായിരിക്കും ആഡ് പോവാ കേട്ടോ. ഞാനിപ്പോ ഇത് അടിച്ച് കോഴിക്കോട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എറണാകുളം. ഇനി നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, നമുക്കിവിടെ ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഡെയിലി നിങ്ങൾക്ക് 443 രൂപ സ്പെൻഡ് ചെയ്യാന്നാണെങ്കിൽ നമുക്ക് എന്താ പറയാ ഡെയിലി ആവറേജ് ആണ്, മന്ത്ലി ഇത്ര വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയാ നമുക്ക് സ്വന്തമായിട്ട് ഈ ഒരു എമൗണ്ട് കൊടുക്കണം എന്നാണെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലാന്നാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. സ്വന്തമായിട്ട് കൊടുക്കണം എന്നാണെങ്കിൽ ഇവിടെ എൻ്റർ യുവർ ഓൺ ബഡ്ജറ്റ് എന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഇതാ എമൗണ്ട് എന്താ പറയാ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോ 500 കൊടുത്തിട്ടുണ്ട്, ഡെയിലി ആവറേജ് ആണ്. നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലാന്നാണെങ്കിൽ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാന്നാണെങ്കിൽ അതും കൊടുക്കാം. ബഡ്ജറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, നെക്സ്റ്റ് കൊടുക്കാം. പറഞ്ഞത് എന്തെങ്കിലും ക്ലിയർ ഇല്ല എന്നാണെങ്കിൽ ഒന്ന് ജസ്റ്റ് എന്താ പറയാ മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ ഇതിൽ ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു സെക്ഷൻ വരുന്നുണ്ട്, ഒരു ഹാഫ് ആൻ അവർ നമ്മുടെ ഡൗട്ട് കാര്യങ്ങളെ ക്ലിയർ ചെയ്ത് തരാനുള്ള ടൈം ഉണ്ട്. ആ ഒരു ടൈമിലേക്ക് ചോദിച്ചോളൂ കേട്ടോ. നമ്മൾ ബഡ്ജറ്റ് സെറ്റ് ചെയ്തു. നമ്മുടെ നെയിമും ബിസിനസിന്റെ നെയിമും ഗോളും എല്ലാ കാര്യങ്ങളും ഇവിടെ എൻട്രി ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് എഡിറ്റ് ചെയ്യണമെന്നാണെങ്കിൽ എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വരും. ബഡ്ജറ്റ് 500 ആണ്, ഡെയിലി ആവറേജ് ആണ് കേട്ടോ. പിന്നെ കീവേഡ് ഉണ്ട്, അതുപോലെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇമേജ് ആഡ് ചെയ്യാത്തതുകൊണ്ട് ഇമേജ് വന്നിട്ടില്ല. ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് പേയ്മെന്റ് ആണ്. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് 500 കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി പേയ്മെന്റ് ചെയ്യണം. പേയ്മെന്റ് ചെയ്യാൻ ക്രിയേറ്റ് ന്യൂ പേയ്മെന്റ് പ്രൊഫൈൽ കൊടുക്കാം. ഇവിടെ ഓർഗനൈസിംഗ് നെയിം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി സ്ട്രീറ്റ് അഡ്രസ് എൻ്റർ ചെയ്ത് കൊടുക്കാം. നെയിം ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്, CMC എഡ്യൂക്കേഷൻ ഹബ് എന്ന് വന്നിട്ടുണ്ട്. ഇനി സ്ട്രീറ്റ് അഡ്രസ് കൊടുക്കാം. ഓക്കെ, സ്ട്രീറ്റ് അഡ്രസ് കൊടുത്തു. ഇത് ഓപ്ഷണൽ ആണ്. സിറ്റി കൊടുത്തു. പിൻകോഡ് കൊടുക്കാം. സ്റ്റേറ്റ് ഓക്കെ. ഓക്കെ, ഓർഗനൈസേഷൻ നെയിം കൊടുത്തിട്ടില്ല കേട്ടോ. ക്രിയേറ്റ് കൊടുക്കാം. ഓക്കെ, നമ്മള് പേയ്മെന്റ് പ്രൊഫൈല് കൊടുത്തിട്ടുണ്ട്. ഇനി പേയ്മെന്റ് മെത്തേഡ് ആണ്, നിങ്ങൾ എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യുന്നതാണ്. അതായത് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ആവാം, അല്ലാന്നാണെങ്കിൽ പേ വിത്ത് നെറ്റ് ബാങ്കിങ് ആവാം, ബാങ്ക് ട്രാൻസ്ഫർ ആവാം, അല്ലെങ്കിൽ പേടിഎം ബാങ്ക്, ഇതിലേതെങ്കിലും കൊടുക്കാം. ഓക്കെ, നമ്മള് ഇതില് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ പറയാ പേയ്മെന്റ് ചെയ്താല് നമ്മുടെ ആഡ് പോകും. അതായത് ആഡ് പോയിട്ട് മറ്റ് കോമ്പറ്റീറ്റേഴ്സിനെക്കാട്ടും മുമ്പിൽ നമ്മുടെ ബിസിനസ് എത്തും. അപ്പൊ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മുടെ ആഡ് റൺ ആവും. നമ്മുടെ എന്താ പറയാ ഈ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്താല് നമ്മുടെ ആഡ് റൺ ആവും. ഞാനിപ്പോ അത് ചെയ്യാത്തത് നമ്മുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എന്താ പറയാ ഷെയർ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആഡ് കൊടുത്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് കൊടുത്താൽ നമ്മുടെ ആഡ് റൺ ആയിക്കോളും. നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ട് ഇപ്പോൾ കസ്റ്റമേഴ്സ് എന്തെങ്കിലും കോള് ചെയ്യാന്നാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നേരെ നിങ്ങളുടെ ലൊക്കേഷനിലേക്ക്
വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വിസിറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ എന്തെങ്കിലും ഒരു ആക്ഷൻ ഒരു കസ്റ്റമർ കാണിച്ചാൽ മാത്രമേ നമ്മുടെ പൈസ പോകും. അല്ലാതെ വെറുതെ ആഡ് പോയിക്കൊണ്ടേ നിൽക്കുന്ന സമയത്ത് പൈസ പോവില്ല കേട്ടോ. കസ്റ്റമർ എന്തെങ്കിലും ഒരു ആക്ഷൻ അവിടെ കാണിക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു എമൗണ്ട് എന്താ പറയാ കുറയത്തുള്ളൂ. നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം ഓക്കെ, നമുക്ക് ഇതുവരെയായിട്ടും എന്താ പറയാ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ പേയ്മെന്റ് മെത്തേഡ് കാര്യങ്ങളൊന്നും കൊടുക്കാത്ത കൊണ്ടാണ് സബ്മിറ്റ് കൊടുത്തിട്ടാവാത്തത്. നിങ്ങളുടെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്തിട്ട് ആഡ് റൺ ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഗൂഗിൾ ആഡ്സിനെ പറ്റി പറയാനുള്ളത്. നമ്മൾ ആദ്യം മെയിൽ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ഗൂഗിൾ മൈ ബിസിനസ് ലിസ്റ്റിംഗ് ചെയ്തു. ഗൂഗിൾ മൈ ബിസിനസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആഡ് ചെയ്തത്. ആഡ് റൺ ആയാൽ നിങ്ങളുടെ മറ്റ് കോമ്പറ്റീറ്റേഴ്സിനെക്കാട്ടും മുൻപിൽ നിങ്ങളുടെ ബിസിനസിന്റെ എല്ലാ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതാണ് ഗൂഗിൾ ആഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞത് എന്തെങ്കിലും ക്ലിയർ ഇല്ലാണ്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത FB ആഡ്സ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, മെസ്സേജ് ഒന്നും വരുന്നില്ല. ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു FB ആഡാണ് ചെയ്യുന്നത്, ഫേസ്ബുക്ക് ആഡ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്കൊരു FB പ്രൊഫൈൽ ഉണ്ടാവും, അതിലാണ് നമ്മൾ ഇനി ആഡ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മുടെ FB പ്രൊഫൈൽ വന്ന് ഓക്കെ. അപ്പൊ ഇതില് പേജ് ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ എന്താക്കുക FB ആഡ് പോവുക. അപ്പൊ പേജ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്താൽ ഈ ലെഫ്റ്റ് സൈഡിൽ പേജസ് എന്ന് കാണാൻ പറ്റും. പേജസിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ക്രിയേറ്റ് ന്യൂ പേജ് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡ് തന്നെ ക്രിയേറ്റ് ന്യൂ പേജ് കൊടുക്കുക. എന്നിട്ട് പേജ് നെയിമും അതുപോലെ തന്നെ കാറ്റഗറി, നിങ്ങളുടെ ഏതാണ് കാറ്റഗറി, ഏതിലാണ് നിങ്ങളുടെ ബിസിനസ് ഏതിലാണ് എന്നൊക്കെ ഇതിൽ എൻട്രി ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി പേജ് നെയിം കൊടുക്കുക. ഓക്കെ, ഞാൻ പേജ് നെയിം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ കൊടുക്കുന്നത് ഇവിടെ എൻട്രി ചെയ്ത് വരും. പിന്നെ കാറ്റഗറി കൊടുക്കുക. എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് ആണ്. ഇനി നിങ്ങളുടെ എന്താണ് നമ്മൾ നേരത്തെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതേപോലെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെയും കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ബിസിനസിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഇവിടെ കൊടുക്കേണ്ടത്. നിങ്ങളുടെ ഏതാണോ ബിസിനസ് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്നിട്ട് പേജ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെയിം കൊടുത്തിട്ടുണ്ട്, കാറ്റഗറി കൊടുത്തു, ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. ഇനി ക്രിയേറ്റ് പേജ് കൊടുക്കാം. ക്രിയേറ്റ് പേജ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ, നമ്മുടെ പേജിൽ ഇനി ഏതൊക്കെ കാര്യങ്ങൾ വരണം, അതായത് വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കാന്നാണെങ്കിൽ വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽ കൊടുക്കാം. പിന്നെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കാം. വെബ്സൈറ്റ് ഉള്ള ആൾക്കാർ വെബ്സൈറ്റിന്റെ URL ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം.
ഓക്കെ, ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു. മെയിൽ അഡ്രസ്സ് കൊടുക്കുക, അതുപോലെ തന്നെ ലൊക്കേഷൻ, അഡ്രസ്സ്, സിറ്റി ഇതൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാം കേട്ടോ. സൗണ്ട് ക്ലിയർ ഇല്ല എന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യണേ, എനിക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. സൗണ്ട് ക്ലിയർ ഇല്ല എന്നാണെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഞാൻ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, ഇനി സിറ്റി കൊടുക്കാം. പിൻകോഡ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ലെറ്റ് പീപ്പിൾ നോ യുവർ ലൊക്കേഷൻ ഹൗസ്. ഇവിടെ നമുക്ക് എന്താ പറയാ, നോ ഹവേഴ്സ് അവൈലബിൾ, ഓൾവേസ് ഓപ്പൺ അറ്റ് സെലക്ടഡ് ഹവേഴ്സ്. ഇപ്പൊ നമുക്ക് ആദ്യം നമ്മളൊരു ടൈം എന്താ പറയാ സെറ്റ് ചെയ്തിട്ടില്ല, അതുപോലെ നമുക്ക് ഫേസ്ബുക്ക് പേജിലും ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഏതാണോ ടൈം, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നോണ്ട് ഞാനിവിടെ ടൈം കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തില്ല. നിങ്ങളുടെ നോക്കിയിട്ട് ഏതാണോ ടൈം അതിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് അടിച്ചു. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് പ്രൊഫൈൽ പിക്ചറും അതുപോലെ തന്നെ കവർ ഫോട്ടോയും വേണം. ഓക്കെ, അത് ചെയ്യാൻ നിങ്ങൾക്ക് വേറൊരാളെ ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാം. ഡിസൈനറിന്റെ ഒന്നും ഒരാവശ്യം വരുന്നില്ല. ജസ്റ്റ് ന്യൂ ടാബ് എടുക്കുക. ക്യാൻവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾ ഉണ്ടാവും, ക്യാൻവ. ഇതിൽ നമുക്ക് ഏത് ടൈപ്പിലുള്ള എന്താ പറയാ ഡിസൈൻ വേണമെങ്കിലും നമുക്ക് തന്നെ സ്വന്തമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഇതില് ക്രിയേറ്റ് ഡിസൈൻ കൊടുക്കുക. ഫസ്റ്റ് നമുക്ക് പ്രൊഫൈൽ പിക്ചർ ആണ് കേട്ടോ വേണ്ടത്. അതില് ലോഗോ. ഓക്കെ, പ്രൊഫൈൽ ലോഗോ എന്ന് സെർച്ച് ചെയ്തതിനു ശേഷം നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതല്ലേ വേണ്ടത്. നിങ്ങളുടെ ബിസിനസ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതാണോ പ്രൊഫൈല് വേണ്ടത്, ലോഗോ വേണ്ടത്, അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ കുറെ എന്താ പറയാ പല രീതിയിലുള്ള ലോഗോസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഞാനിവിടെ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഞാനിവിടെ എഡിറ്റ് ചെയ്തു. ഓക്കെ, CMC എഡ്യു ഹബ് അക്കാദമിന്ന് ഞാനിവിടെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഷെയർ ബട്ടണിൽ പോവുക, ഡൗൺലോഡ് കൊടുക്കുക. ഓക്കെ, നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കവർ ഫോട്ടോ ആണ്. കവർ ഫോട്ടോ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് ഡിസൈൻ കൊടുക്കുക. ജസ്റ്റ് ഇവിടെ ഫേസ്ബുക്ക് കവർ ഫോട്ടോ, ഫേസ്ബുക്ക് കവർ കൊടുത്തു. ഇവിടെയും ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഇത് വേണ്ടതല്ലേ, എന്താ പറയാ ഓക്കെ, എഡ്യൂക്കേഷണൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കവർ ഫോട്ടോ ആണ് വേണ്ടത്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് കുറെ ഇവിടെ പല രീതിയിലുള്ള ഫോട്ടോസ് വന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരുന്നേ ഉള്ളൂ. വേണ്ടാത്ത എന്താ പറയാ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്താലേ, ഡിലീറ്റ് ചെയ്താലേ. എന്നിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം.
നമുക്ക് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ എൻട്രി ചെയ്ത് കൊടുക്കാന്നാണെങ്കിൽ അത് കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, UG PG കോഴ്സസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് ഞാനത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതും ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മൾ നേരെ നമ്മുടെ പേജിലേക്ക് വരാം. ആഡ് പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പ്രൊഫൈൽ പിക്ചർ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓപ്പൺ കൊടുക്കാം. ഓക്കെ, നമ്മുടെ ലോഗോ ഇതിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കവർ ഫോട്ടോയാണ് വേണ്ടത്. കവർ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ചെയ്തു വെച്ച കാര്യം ഇതിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമ്മുടെ ലോഗോയും അതേപോലെ കവർ ഫോട്ടോയും വന്നിട്ടുണ്ട്. നമ്മുടെ പേജ് ഏകദേശം ഓക്കെ ആണ്. ഫോട്ടോ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം കണക്ട് വാട്സപ്പ് ടു യുവർ പേജ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വാട്സപ്പ് നമ്പർ നിങ്ങളുടെ ഈ ഒരു പേജിലേക്ക് കണക്ട് ചെയ്യണം എന്നാണെങ്കിൽ ഇവിടെ വാട്സപ്പ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ശേഷം ഇവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പൊ ഞാൻ തൽക്കാലം ചെയ്യുന്നില്ല, കണക്ട് ചെയ്യേണ്ട ആവശ്യം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ്. ഞാനിപ്പോ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. ഞാൻ നേരത്തെ കൊടുത്ത നമ്പർ കൊടുക്കണം. നിങ്ങളുടെ ഏതിലാണോ വാട്സപ്പ് കണക്ട് ചെയ്യേണ്ടത് ആ നമ്പർ ഇതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ഒരു ഏത് നമ്പറാണോ കൊടുത്തത് ആ നമ്പറിലേക്ക് ഒരു കോഡ് വരും. അതും കൂടി എന്താക്കുക ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, വാട്സപ്പിലാണ് കേട്ടോ ഈ കോഡ് വരാം. 9866. ഓക്കെ, കൺഫേം കൊടുക്കാം. കൺഫേം കൊടുത്തതിന് ശേഷം സ്കിപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അത് ചെയ്യാം. ഞാൻ എന്തായാലും നെക്സ്റ്റ് അടിക്കാണ്. ഡൗൺലോഡ്. ഓക്കെ, ഓക്കെ, നമ്മുടെ പേജ് ഇവിടെ ഓക്കെ ആണ്. CMC എഡ്യൂ ഹബ് പേജ് ഓക്കെ ആണ്. എല്ലാ ലോഗോ ഉണ്ട്. അതുപോലെ നമ്പർ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്പർ കാര്യങ്ങളെല്ലാം ഇതിൽ കാണും. ഇനി നമുക്ക് പോസ്റ്റർ ഇതിൽ എന്താ പറയാ ആഡ് ചെയ്യണം. അപ്പൊ അതിന് പോസ്റ്റർ ഇതേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാൻവയിൽ പോവുക, പോസ്റ്റർ തയ്യാറാക്കാം. ഞാനിപ്പോ എൻട്രി ചെയ്ത് കൊടുക്കുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റർ എന്നാണ്. ഓക്കെ, ഒരു മിനിറ്റ്. ജസ്റ്റ് പോസ്റ്റർ മാത്രം നമുക്ക് പോസ്റ്റർ വന്നു. ഓക്കെ, ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത്. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ആണ്. ഇതാണ് കേട്ടോ, വാട്ടർമാർക്ക് ഉള്ളതാണ്. നമുക്കിത് എടുക്കാൻ പറ്റില്ല. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അത് സെലക്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതാണ് എടുത്തത്.
UG PG കോഴ്സസ് തന്നെയാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഈ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓ സോറി, ഇതിനും വാട്ടർ മാർക്ക് ഇട്ടിട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ല. നമുക്കിതിൽ വാട്ടർ മാർക്ക് ഉള്ളതുകൊണ്ട് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. വേറെ നോക്കട്ടെ. ഓക്കെ, ഇത് ഓക്കെയാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ബിസിനസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എൻട്രി ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. UG PG കോഴ്സസ് കൊടുത്തു. ഫോണ്ട് സൈസ് നിങ്ങൾക്കും ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. കുറക്കണമെങ്കിൽ കുറക്കാം, കൂട്ടാനാണെങ്കിൽ കൂട്ടാം കേട്ടോ. അപ്പൊ ഞാനിത് ഓക്കെയാണ്. ഞാൻ വേറെ മാറ്റമൊന്നും വരുത്തുന്നില്ല. ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഫേസ്ബുക്കിൽ വരാം. ഇനി നമുക്ക് പോസ്റ്റ്, നമ്മളിപ്പോ ചെയ്ത പോസ്റ്റർ നമ്മുടെ പേജിലേക്ക് പോസ്റ്റ് ചെയ്യാം. സെലക്ട് ചെയ്തു പോസ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ പേജിലേക്ക് പോസ്റ്റർ എന്താന്ന് പറയാ ആഡ് ചെയ്തോളൂ. ഓക്കെ, പോസ്റ്റർ ആയിരിക്കുന്നത്. ഇനി നമുക്കിതില് ആഡ് ആണ് ചെയ്യേണ്ടത്. ഫേസ്ബുക്ക് ആഡിലേക്കാണ്. നമ്മളിപ്പോ പേജ് ചെയ്തു, നമ്മുടെ ഒരു സ്വന്തമായിട്ടുള്ള പ്രൊഫൈല് പേജ് ചെയ്തു, നമ്മുടെ ബിസിനസ് ആയിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള പേജ് ചെയ്തു, ലോഗോ കൊടുത്തു, അതുപോലെ തന്നെ കവർ ഫോട്ടോ കൊടുത്തു, നമ്പർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പൊ ഇതാ പോസ്റ്ററും ചെയ്തു. ഇനി നമുക്ക് ആഡ് ആണ് കൊടുക്കേണ്ടത്. അതിൽ റൈറ്റ് സൈഡിൽ പ്രൊമോട്ട് എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പ്രൊമോട്ട് എന്നുള്ള കാര്യം കണ്ടാൽ ചൂസ് ആഡ് ടൈപ്പ്, ക്രിയേറ്റ് ന്യൂ ആഡ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ. അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇപ്പോ ഇതിലും നിങ്ങളുടെ ഗോൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോ എന്താ പറയാ, കോള് വരണം എന്നാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. മുകളിൽ കാണാൻ പറ്റും കോള്. പിന്നെ വെബ്സൈറ്റ് വിസിറ്റിംഗ് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ മോർ വിസിറ്റ് നമ്മുടെ പേജിലേക്കാണെങ്കിൽ അത് കൊടുക്കാം. പിന്നെ മെസ്സേജ് വരാന്നാണെങ്കിൽ അത് കൊടുക്കാം. ഞാനിപ്പോ മെസ്സേജിലാണ് കൊടുത്തത്. നിങ്ങൾക്ക് കോളിലേക്കാണെങ്കിൽ കോൾ കൊടുക്കാം. നിങ്ങളുടെ ഏതാണോ വേണം, നിങ്ങളുടെ കോൾ ഏതാണോ അത് സെലക്ട് ചെയ്തതിനു ശേഷം സേവ് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ട്. വി ആർ പ്രൊവൈഡിങ് UG PG കോഴ്സസ് ആൻഡ് ഓൾ ടെക്നിക്കൽ കോഴ്സ് കൊടുത്തു. ഓക്കെ, നിങ്ങൾക്ക് വേറെ ആഡ് ചെയ്യണം എന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാന്നാണെങ്കിൽ അത് തന്നെ കൊടുക്കാന്നാണെങ്കിൽ കൊടുക്കാം. സെലക്ട് മീഡിയ സെലക്ട് ചെയ്താൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വേറെ പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ ഇങ്ങനെയാണ് ആഡ് പോവുക കേട്ടോ. നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ എല്ലാം ഇത് ഹെഡിങ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഓക്കെ, വാട്സപ്പിലേക്ക് ഇത് ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ വാട്സപ്പിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആഡ് പോകുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സ് മെസ്സേജ് ചെയ്താൽ നമ്മൾ ഏത് വാട്സപ്പ് നമ്പറാണോ കൊടുത്തത് ആ നമ്പറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മെസ്സേജ് വരും. അതാണ് വാട്സപ്പ് സെലക്ട് ചെയ്ത് വെച്ചത് കേട്ടോ. നമ്മൾ ബാക്കിയെല്ലാം റെഡിയാണ്. ഇനി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാണ്. അപ്പൊ ഇവിടെ ഏജ് നമുക്കിവിടെ എന്താ പറയാ, ഇപ്പൊ 18 വയസ്സ് മുതലാണെങ്കിൽ
ഇപ്പൊ ഒരു 45 ഏത് ഏജ് ലിമിറ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ഏജ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ 50 ആണെങ്കിൽ 50 കൊടുക്കാം, അല്ലെങ്കിൽ 45 ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇപ്പൊ മെന്നിന് മാത്രം എന്താ പറയാ ആഡ് പോകുന്നതാണെങ്കിൽ അങ്ങനെ പോവാം. വുമൻസിനാണെങ്കിൽ വുമൻസിന് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഓളില് കൊടുക്കുന്നുണ്ട്, കാരണം നമുക്ക് ഇന്ന ആൾക്കാരെ അടുത്തേ പോവാൻ പാടുള്ളൂ അങ്ങനെയില്ലല്ലോ. അപ്പൊ ഞാൻ ഇവിടെ ഓള് കൊടുത്തിട്ടുണ്ട്. ഏജ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ലൊക്കേഷൻ കൊടുക്കാം. നമുക്ക് ഈ ഏഡ് പോവേണ്ട ലൊക്കേഷൻ ആണ് കേട്ടോ ഇത്. ഓക്കെ, ഇപ്പൊ കോഴിക്കോട് കൊടുത്തു. ഓക്കെ, കാലിക്കറ്റ് കേരള ഇല്ല, നമുക്ക് കാലിക്കറ്റിൽ എല്ലാ സ്ഥലങ്ങളിലും ഏഡ് പോകും. നിങ്ങൾക്ക് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഏഡ് പോവേണ്ടത് ആ ഒരു എന്താ ലൊക്കേഷൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അത് ചെയ്തു. ഓക്കെ, നമുക്ക് ഇനി ബഡ്ജറ്റ് ആണ്. ഡെയിലി ബഡ്ജറ്റ് നമുക്ക് ഇതുവരെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോ നമുക്കിവിടെ ബഡ്ജറ്റ് നമുക്ക് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ ഇപ്പൊ 83.45 ഈ ഒരു എമൗണ്ട് നമ്മൾ 83 റുപ്യ കൊടുക്ക എമൗണ്ട് സ്പെൻഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് 2.8K അല്ലെങ്കിൽ 8.2 ഇത്രയും എന്താ പറയാ റീച്ച് ഉണ്ടാവും. ഓക്കെ, എമൗണ്ട് നമുക്ക് ഇവിടെ എത്ര വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 5000 വരെ ഉണ്ട്. ഓക്കെ, ഇനി എമൗണ്ട് എത്രയാണോ സ്പെൻഡ് ചെയ്യാൻ നോക്കുന്നത് അതിവിടെ സെറ്റ് ചെയ്തതിന് ശേഷം ആഡ് ഫണ്ട് കൊടുക്കാം. ഓക്കെ, ആഡ് ഫണ്ട് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ എമൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ നിങ്ങൾക്ക് വേണേൽ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആഡ് ഫണ്ട് കൊടുത്തിട്ട് ഇവിടെ എമൗണ്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ എന്താ പറയാ മാറ്റുന്നില്ല, 1000 തന്നെ കൊടുക്കാണ്. ഇനി ഇതിൽ പേയ്മെന്റ് മെത്തേഡ് ആണ് ചോദിക്കുന്നത്. ക്രെഡിറ്റ് കാർഡ് ആണോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ആണോ, UPI അല്ലെങ്കിൽ പേടിഎം, നെറ്റ് ബാങ്കിങ്, ഇതിൽ ഏതാണോ നിങ്ങൾ പേയ്മെന്റ് മെത്തേഡ് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. നമ്മുടെ നെയിം, കാർഡിന്റെ നെയിമും അതുപോലെ തന്നെ കാർഡ് നമ്പർ ഇതൊക്കെയാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്തായാലും കാർഡിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല. ഇതൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് കൊടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോ ഞാൻ സേവ് കൊടുത്തിട്ട് എറർ വന്നത് ഞാൻ ഒരു കാര്യം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടില്ല. കാർഡ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ എന്താ പറയാ ഞാൻ തൽക്കാലം ഇവിടെ ഷെയർ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ സേവ് കൊടുത്താല് നമ്മളെ ആഡ് റൺ ആയിക്കോളൂ കേട്ടോ. അപ്പോൾ അപ്പം ഇത്രയാണ് ഫേസ്ബുക്ക് ആഡ്സിന്റെയും. ഓക്കെ, നമ്മൾ എമൗണ്ട് കാര്യങ്ങൾ സ്പെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ആഡ് പോകും കേട്ടോ. അനാവശ്യമായിട്ട് എമൗണ്ട് എന്താ പറയാ പോവില്ല, എന്തെങ്കിലും ഒരു ആക്ഷൻ കാണിക്കണം. അപ്പൊ ഇതൊക്കെയാണ് ഫേസ്ബുക്ക് ആഡ്. ക്ലിയർ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ് അല്ലേ? അപ്പോ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് ഒരു ½ കൂടിയുണ്ട്. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടുതലായിട്ട് പഠിക്കണം എന്നാണെങ്കിൽ നമുക്ക് February 1 നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അതായത് ബാച്ച് അല്ല, ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ A to Z കാര്യങ്ങളായിരിക്കും പറഞ്ഞു തരുന്നത്. ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണമെന്നാണെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ എടുത്തിട്ടുള്ള 2 കാര്യങ്ങൾ, ഒന്ന് ഗൂഗിൾ ആഡ്സും അതുപോലെ തന്നെ ഒന്ന് ഫേസ്ബുക്ക് ആഡ്സും, ഈ 2 കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം.
ക്ലിയർ ചെയ്യുന്നത് എൻ്റെ സീനിയർ ജിഷ്ണുവാണ്. ഓക്കെ ആയോ? ഓക്കെ, ആർക്കും ഒരു ഡൗട്ടും ഇല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഡൗട്ട് കാര്യങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ എൻ്റെ സീനിയർ ആയിട്ടുള്ള ജിഷ്ണു ആണ് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഡൗട്ട് ചോദിച്ചോളൂ കേട്ടോ. ഹലോ, ക്ലിയർ അല്ലേ? ഫേസ്ബുക്കിൽ ഓട്ടോ ലൈക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഫേസ്ബുക്കിൽ ഓട്ടോ ലൈക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ കൂടുതൽ പേജിലേക്ക് കൂടുതൽ ലൈക്ക് വരുന്നതാണോ, അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. ഓട്ടോ ലൈക്ക് ഉദ്ദേശിച്ചത് മനസ്സിലായി. അതായത് നമുക്ക് എൻഗേജ്മെന്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ പേജിലേക്ക് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും. അതായത് ലൈക്ക് പേജിനെ കൂടുതൽ ഗ്രോ ചെയ്യിക്കാൻ പറ്റും. അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ എൻഗേജ്മെന്റ് ആയിട്ട് ഒരു ആഡ് ഉണ്ട്. ആ ആഡ് ചെയ്താലാണ് കൂടുതലായിട്ട് ഫേസ്ബുക്കിലേക്ക് ആൾക്കാർ വന്ന് ലൈക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഫോൺ നമ്പർ കൊടുത്തില്ലേ, അതേമാതിരി ലൈക്ക് ഓപ്ഷൻ ആയിരിക്കും ആഡ് ആയിട്ട് പോവാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളെ ആഡ് കാണുന്ന ആൾക്കാരെല്ലാവരും നമ്മളെ പേജിന് ലൈക്ക് അടിച്ചു പോകും. അപ്പോൾ ലൈക്ക് കൂടും, പേജിന്റെ ലൈക്കും ഫോളോവിംഗും ഒക്കെ കൂടും. നമ്മൾ വാട്സപ്പിലേക്കാണ് കൊടുത്തത്. അത് നേരെ ലൈക്ക് എന്നുള്ള ബട്ടണാവും. വാട്സപ്പിന്റെ ബട്ടൺ മാറിയിട്ട് ലൈക്ക് ബട്ടണാവും. അപ്പോൾ അതിലേക്ക് വരുന്ന ആൾക്കാർ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ലൈക്കിൽ ക്ലിക്ക് ആവുക ചെയ്യുക. അപ്പൊ നമ്മുടെ പേജിന്റെ ലൈക്ക് കൂടും. ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ ജസ്റ്റ് ചെറിയൊരു ഇത് കാണിച്ചു തരാം, മനസ്സിലാവുള്ളൂ. പക്ഷെ അത് കുറച്ച് ഡീപ്പായിട്ടുള്ള കാര്യമാണ്. ഇപ്പം FB ആഡ് മാനേജർ. വന്നു. ഞാൻ ഏകദേശം 7 lakh അടുത്ത് ഞാൻ ഫേസ്ബുക്കിലൂടെ മാത്രം ചെയ്തിട്ടുണ്ട് കേട്ടോ. 7 lakhിന് അടുത്ത് പരസ്യം, അതായത് അത്രയും രൂപ ഞാൻ എൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്, പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. ഇത് റേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള പൈസ 72 ആണ് വെച്ചത്. ഇതിപ്പോ കുറെ ആഡ് കാണാൻ പറ്റുന്നത്. ഗൂഗിൾ ആഡ്സിന്റെ ആഡ് കാണാം, അതേപോലെ ന്യൂ ലീഡ്സ് ക്യാമ്പയിൻ കാണാം, അങ്ങനെ കുറെ ക്യാമ്പയിൻ കാണാം. കുറെ ക്യാമ്പയിൻ ഇതൊക്കെ എനിക്ക് ഏകദേശം ലീഡ് വന്നതൊക്കെ ഈ മാസം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ഈ മാസത്തെ ഞാൻ എത്ര ലീഡ് എടുത്ത് നമുക്ക് കാണാം. 202, 313, അങ്ങനെ ഒരുപാട് ലീഡ് ഇപ്പോൾ സ്പെൻഡ് ചെയ്ത പൈസയും ഒക്കെ ഇവിടെ കാണാം കേട്ടോ. 37 രൂപ ഒരു ലീഡിന്. അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാം. ഞാൻ 7 കൊല്ലമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ അക്കൗണ്ടിൽ ഇത്രയും ലീഡും കാര്യങ്ങളും എമൗണ്ട് ഒക്കെ സ്പെൻഡ് ആയത്. അപ്പോൾ പുതിയൊരു ഇതിപ്പോൾ മലയാളമാണ് ഉള്ളത്. മനസ്സിലാക്കാം പുതിയ ആഡ് എങ്ങനെ ചെയ്യാന്നുള്ളത്. അതായത് ലൈക്ക് കൊണ്ടുവരാനുള്ള ആഡ് എങ്ങനെ ചെയ്യാൻ ഞാൻ മനസ്സിലാക്കാം. ഓക്കെ, ആദ്യം സൃഷ്ടിക്കുക എന്നുള്ള വരിക. അതിൽ അവബോധം, ഇതിപ്പോൾ ഫുള്ള് മലയാളമായിട്ട് ഇത് വേറൊരു ഇതിൽ ചെയ്തതിനെ കൊണ്ടാണ് ഇപ്പോൾ മലയാളം കാണിക്കുന്നത്, ഇംഗ്ലീഷിലാണ് ചെയ്യുന്നത്. അവബോധം, ട്രാഫിക്, ഇടപഴകൽ. അപ്പോൾ ഈ ഇടപഴകൽ എന്ന് പറഞ്ഞാൽ എൻഗേജ്മെന്റ്, ഈ ആഡാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ആഡ് എൻഗേജ്മെന്റ് നോക്കിയിട്ട് അതിന്റെ പേര് തുടരുത്. മാനുവലി ചെയ്യുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക് തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന രീതിയിൽ പോയി ചെയ്യുക. നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സൗണ്ട് ഉണ്ടോ? ഇപ്പൊ സൗണ്ട് ഉണ്ടോ? ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പറയണേ. ഞാൻ ഒന്നുകൂടി പറഞ്ഞില്ല, ഒരു പ്രശ്നമില്ല പറയുന്നത്. ഓക്കെ, ഇടപഴകൽ ഇവിടെ വന്നിട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ പേജ് ഏതാണെന്നുള്ള ഫേസ്ബുക്ക് പേജ്, ആ പേജ് ഏതാ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ എൻഗേജ്മെന്റ് ആയിട്ടാണ് ചെയ്യുക. ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള സംഭവമാണ്. സൗണ്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. സെറ്റിംഗ്സ് നോക്കാം. ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ ഒരുപാട് ജോലി അവസരമൊക്കെ ഉള്ളതാണ്. പഠിക്കേണ്ടവർക്ക് നല്ലതാണ്. പഠിച്ചു കഴിഞ്ഞാൽ നല്ല സാലറിയിൽ, ഇവിടെ ഇന്ത്യയിലായാലും വിദേശത്തായാലും ബാംഗ്ലൂരൊക്കെ പോയാൽ നല്ല സാലറിയാണ്. എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് സാലറി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ബഡ്ജറ്റ് ഒക്കെ ഇവിടെ വേണം ക്ലിയർ ചെയ്യാം. ഇവിടെ ഇപ്പോൾ 500 കൊടുക്കാം ബഡ്ജറ്റ്. നമുക്ക് എന്നാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ സ്കെഡ്യൂൾ ചെയ്യാം. പിന്നെ സ്ഥലങ്ങൾ, അവിടെ സ്ഥലങ്ങൾ എഡിറ്റ് ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ ഈ ഒരു ഇടപെടലുകൾ പരസ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ലൈക്ക്, നമ്മുടെ പേജിൽ കൂടുതൽ ലൈക്ക് വരും. നമുക്കിവിടെ ഒരു പോസ്റ്റർ ചെയ്തു. നമുക്ക് ഒരുപാട് ആഡുകളുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ആഡ് ചെയ്തതിനോടാണ് ഒരുപാട് പോസ്റ്റർ ഇവിടെ കാണുന്നത് കേട്ടോ. നമ്മുടെ പരസ്യം തന്നെ നമ്മൾ ആഡ് തന്നെ കാണിച്ചില്ല. ഈ ഒരു ആഡ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയായി. ഇങ്ങനെയായിരിക്കും നമ്മൾ ആഡ് പോകുന്നത്. അവിടെ അങ്ങനെ കാണിച്ചത് എങ്ങനെയാണ് നമ്മൾ ആഡ് പോകാന്ന് കേട്ടോ. ഓരോ ഫീൽഡിൽ എങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ സ്റ്റോറീസ് ആൻഡ് റീൽസിൽ എങ്ങനെയാണ് നമ്മൾ ആഡ് കാണിക്കുക. ഓൺലൈനിലൂടെ നിങ്ങളുടെ ബിസിനസ് വരുമാനം ഇരട്ടിയാക്കാൻ പഠിക്കാം. നമ്മളെ നോർമൽ ആഡ്, അപ്പോൾ ആഡ് അവിടെ ഇങ്ങനെ കാണാം. ഇങ്ങനെയാണ് എല്ലാവരും എത്തും. ഇത് നമ്മൾ സന്ദേശം അയക്കുക എന്നുള്ള ഓപ്ഷൻ ഇവിടെ വെച്ച് സന്ദേശം അയക്കുക. നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യുക എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ബുക്ക് ചെയ്യുക, ഇപ്പോൾ ഷോപ്പ് ചെയ്യുക, ബിസിനസ് സൈനപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ എന്താണോ നമ്മൾക്ക് ആവശ്യം എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് സെറ്റ് ആവുക. നമ്മൾ കൊടുക്കുന്ന കാര്യം കേട്ടോ. പിന്നെ നമുക്കിവിടെ പ്രസിദ്ധീകരിക്കുക എന്നുണ്ടെങ്കിൽ പബ്ലിഷ് ചെയ്യുക. ഈ ആഡ് ഇവിടെ പബ്ലിഷ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ആഡ് പബ്ലിഷ് ചെയ്യുന്നതിന് മടങ്ങുക, തിരിച്ചു മടങ്ങുക. ഇത്രയും കാര്യങ്ങളാണ് ഇത് ചെയ്യുന്നത്. ഞാനൊരു ജസ്റ്റ് നമുക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട് ഞാനൊരു വേറെ കാര്യം കാണിച്ചാൽ ഇന്ത്യയുടെ ജോബ്സ്. ഞാൻ ജസ്റ്റ് കാണിക്കുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളൊരു കാലിക്കറ്റ് സിറ്റിയിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ വേക്കൻസി നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡ് ഫീമെയിൽ, ഏകദേശം 35,000 മുതൽ 40,000 വരെ സാലറി. ഞാൻ പറഞ്ഞില്ല, നല്ല രീതിയിൽ പാക്കേജ് ഉള്ളൊരു കെയറാണ് കേട്ടോ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ ഡിജിറ്റൽ എറേനെയാണ് പഠിക്കുന്നത്, അത്രയും നല്ലതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ 35,000 to 60,000. ഇത് കോഴിക്കോട് മാത്രം കേട്ടോ ഇത്രയും പാക്കേജ് കിട്ടുന്നത്. പിന്നെ ഡെലിവറി ട്രെയിനർ ഫീമെയിൽ
ട്രെയിനർക്ക് 15 മുതൽ 30,000 വരെ സാലറി ഓഫർ ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ 25,000 മുതൽ 40,000 വരെ. ഓക്കെ, ഇത് നേരെ നമ്മളിപ്പോൾ കോഴിക്കോട് നോക്കിയിട്ടാണ് ഇത്രയും. ഇപ്പൊ നമ്മൾ നേരെ മാറ്റി ബാംഗ്ലൂരൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഇരട്ടിയാണ് കാണിക്കുക. സീനിയർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബാംഗ്ലൂർ 44,000 മുതൽ 88,000 വരെയാണ് സാലറി പാക്കേജ് പോകുന്നത്. സാധാരണ ഉണ്ട് കേട്ടോ, 15 മുതൽ 30. ചെറിയ ഫേം ആയിരിക്കും, അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. വലിയ വലിയ ഫാമിലിയൊക്കെ ആനുവൽ ആണ് ഇത് കാണിക്കുന്നത്. 6 ലക്ഷം വരെ. നല്ല ഒരു കരിയറാണ്, എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്. പഠിച്ചാൽ വളരെ നല്ല കാര്യമാണ്. ഓക്കെ, ഇപ്പം സ്വന്തം നാട്ടിലായാലും പുറത്തായാലും നല്ല സാലറി പാക്കേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം കേട്ടോ, നല്ലതാണ്. നല്ല ഇപ്പം നമ്മളടുത്ത് എടുക്കണം എന്നല്ല പറയുന്നത്, പഠിക്കുന്നത് നല്ലതാണ് പറയുന്നത്. ഇപ്പം ഞാനൊക്കെ 6 കൊല്ലമായിട്ട് ഈ ഫീൽഡിലുള്ളതാണ്, അപ്പം നമുക്ക് ഈ ഫീൽഡിനെ പറ്റി നല്ലോണം അറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ വേറെ ഡൗട്ടൊന്നും ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റേ എൻഗേജ്മെന്റ് ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചുണ്ട് പറയാൻ വേണ്ടിയിട്ട്, കുറച്ച് സ്റ്റെപ്പ് ആയിട്ട് പറയാനുണ്ട്. ഓരോന്നായിട്ട് പറയാനോ അപ്പോഴേ മനസ്സിലാവുള്ളൂ. പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. അത് കുറച്ച് ചെറിയ ഒരു വലിയ പ്രോസസ്സാണ്, പക്ഷെ പഠിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഫസ്റ്റ് ടൈം നിങ്ങൾ കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവും, അതാണ് പ്രശ്നം. പറയുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതിപ്പോ നമുക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ വർക്കൊക്കെ കാണില്ലേ, ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ വർക്കൊക്കെ ഫ്രീലാൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. ഫ്രീലാൻസ് ആയിട്ട് പല കമ്പനികൾ, ഗൾഫ് കമ്പനീസൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഫ്രീലാൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ ഇതിലേക്ക് ഒന്ന് ചോദിച്ചിട്ടുണ്ട്, ഗ്രാഫിക് ഡിസൈനേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഓഫ്ലൈൻ ആയിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല, നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നത്. ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം ഓഫ്ലൈൻ ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് പറ്റുന്ന പ്രശ്നം എന്താ പറയുക, ഓഫ്ലൈൻ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് മനസ്സിലാവും. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ ഒരു മാസം ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് മറന്നു പോകാൻ സാധ്യത. കാരണം ടെക്നിക്കൽ ഫീൽഡൊക്കെ പെട്ടെന്ന് ടച്ച് വിട്ടാവാൻ സാധ്യതയുള്ള. അപ്പോൾ അതുകൊണ്ട് ഓൺലൈൻ ആയിട്ട് പഠിക്കുന്ന ഏറ്റവും നല്ലത്. അതാകുമ്പോൾ അതിന്റെ റെക്കോർഡ് ക്ലാസ് ഉള്ള കോഴ്സുകളുണ്ടാവും, അത് നോക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടക്കിടക്ക് എടുത്ത് നോക്കാമല്ലോ. പുതിയ ഇത് ഡിജിറ്റൽ എന്താ സംഭവിക്കുന്നത്, എപ്പോഴും അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് നല്ല എന്തായാലും ടെക്നിക്കലായിട്ട് എന്തായാലും അപ്ഡേഷൻ വന്നുകൊണ്ടും. ഇപ്പോൾ ഗൂഗിളിലാണെങ്കിൽ ഇതിന്റെ ലോഗരിതം മാറും, അങ്ങനെ ഓരോരോ ആഡിന്റെ പല കാര്യങ്ങളും മാറും. അപ്പൊ അതിനനുസരിച്ച് നോക്കിയിട്ട് പഠിച്ചാൽ മതി. അതൊരു ഓഫ്ലൈൻ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പിന്നെ റെക്കോർഡ് ക്ലാസ് ഒന്നും കിട്ടില്ല, അപ്പൊ അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ എപ്പോഴും ഓഫ്ലൈൻ നോക്കണ്ട, റെക്കോർഡ് ക്ലാസ് നോക്കുന്നതാണ്. ഓൺലൈൻ ആയിട്ട് റെക്കോർഡുള്ള എവിടെയാണോ പഠിപ്പിക്കുന്നത് അവിടെ പഠിക്കുന്നതാണ്. ഓക്കെ, വേറെ എന്താ ഡൗട്ട് ഉണ്ടോ? കരിയറായിട്ട് ചോദിക്കട്ടോ, കരിയറായിട്ട് എന്ത് ബന്ധമുണ്ടെന്ന് ചോദിക്കാം, എന്താവശ്യമാണെന്ന് ചോദിക്കാം. സ്വന്തമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി തുടങ്ങാനൊക്കെ സുഖമാണ് കേട്ടോ, വളരെ സുഖമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ആഡ് മാത്രം ചെയ്താൽ മതി. പിന്നെ ഒരു ഗ്രാഫിക് ഡിസൈനർ ഉണ്ടെങ്കിൽ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ എല്ലാ വർക്കും ചെയ്യാം. കാരണം കമ്പനികൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടുതൽ വേണ്ട ഒരു പോസ്റ്റർ, പിന്നെ ആഡ് ചെയ്യാൻ ഒരാൾ, ഇത്രയും കാര്യങ്ങൾ മതി. പുറത്തെ കമ്പനീന്റെ വർക്ക് കിട്ടിയാൽ നല്ല നല്ല പൈസ കിട്ടും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ളവർക്ക് ഇപ്പം ഗൾഫ് GCC ഭാഗത്താണെങ്കിൽ അവിടെയുള്ള കമ്പനികളേക്കും ആശ്രയിക്കുക, അവിടെ ഭയങ്കര പൈസ ആയിരിക്കും. അപ്പോൾ കൂടുതലും അവിടെയുള്ള ആൾക്കാർ ഇവിടെയുള്ള കമ്പനീസിനെയാണ് ആശ്രയിക്കുന്നത്, കേരളത്തിലുള്ള. അവിടെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ ഒരു ഇവിടെ നിന്നാണ് ചെയ്യിപ്പിക്കുക കൂടുതൽ ആൾക്കാർ കേട്ടോ. നമുക്ക് കുറെ ക്ലയൻസ് ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുകൊണ്ട് പറയാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പിന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് നമ്മളെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ പുതിയ പുതിയ ക്ലാസ് വരുന്നൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാം. ഇപ്പൊ നമ്മൾ 150ന്റെ ക്ലാസ് ഇനിയിപ്പം ചെയ്യുമ്പോൾ അത് നിങ്ങൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ എന്തെങ്കിലും അപ്ഡേഷൻ അതൊക്കെ നിങ്ങൾക്ക് അതിലിരുന്ന് കാണാം കേട്ടോ. ഒരു പ്രാവശ്യം ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ക്ലാസ്സുകളും കാണാം കേട്ടോ.
ഓക്കെ, അപ്പൊ ഞാൻ എല്ലാവരോടും താങ്ക് യു പറയാണ് ക്ലാസ് ഇത്രയും നേരം കണ്ടതിന്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. ഗ്രൂപ്പിൽ എപ്പോൾ വേണമെങ്കിലും ആ ഗ്രൂപ്പ് എന്തായാലും നമ്മൾ ഒഴിവാക്കുന്നില്ല. ആ ഗ്രൂപ്പ് എപ്പോഴും അവിടെ ഉണ്ടാവും. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് വർക്ക് ചെയ്തിട്ട് ചെയ്യുമ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിൽ ചോദിക്കാം കേട്ടോ. അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിരുന്നതാണ്. ഓക്കെ, എന്തുണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. അപ്പൊ ഞാനത് വൈൻഡപ്പ് ചെയ്യട്ടെ എന്നാൽ. ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ക്ലാസ് വന്ന എല്ലാവർക്കും താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും നല്ലൊരു ദിവസവും ഞാൻ ആശംസിക്കുന്നു.